ജാങ്കോ. നിങ്ങളിൽ പലരും ഇതിനു മുന്നേ ജാങ്കോ എന്നത് കേട്ടിട്ടുണ്ടാവും. ജാങ്കോ എന്നത് പൈത്തോണിൻ്റെ ഒരു ഫ്രെയിംവർക്കാണ്. പൈത്തോൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ഫ്രെയിംവർക്കാണ്. ജാങ്കോ യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസിയായും വളരെ സിമ്പിളായും വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. പൈത്തോൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നിങ്ങൾക്ക് ജാങ്കോ ഫ്രെയിംവർക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക. നമസ്കാരം, എൻ്റെ പേര് അമൽദേവ് മഹാദേവൻ. ടെക്നോയുടെ പുതിയ ജാങ്കോ സെഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ടെക്നോയുടെ ഇന്നത്തെ സെക്ഷൻ ജാങ്കോ ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്. ജാങ്കോ എന്ന് പറയുന്നത് പൈത്തോൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു വെബ് ഫ്രെയിംവർക്കാണ്. ജാങ്കോ വളരെ ഈസി ആയിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജാങ്കോ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യാം. ഇത് ജാങ്കോയുടെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, പൈത്തോണിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള വേറൊരു ഫ്രെയിംവർക്കാണ് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ഫ്ലാസ്കും ജാങ്കോയാണ് കൂടുതലായിട്ട് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തോണിൽ യൂസ് ചെയ്യുന്നത്. പൈത്തോൺ എന്ന് പറയുന്ന ഒരു ഇൻ്റർപ്രിറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്, ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. പൈത്തോൺ ലാംഗ്വേജിൽ ഡയറക്റ്റ് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, കോംപ്ലക്സ് പ്രൊസീജിയേഴ്സാണ് അതിൻ്റെ അകത്തുള്ളത്. അതിന് പകരം ജാങ്കോ പോലുള്ളൊരു ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ വീഡിയോ ലിങ്കിൽ ഒരു സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ജാങ്കോയുടെ വെബ് പ്രൊജക്റ്റ് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത്, ജാങ്കോ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, പൈത്തോൺ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, വിർച്വൽ എൻവയൺമെൻറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡിസ്ക്രിപ്റ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറിയാൻ പറ്റും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്താണെന്നുള്ളത്. നേരെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഒരു വെബ് പേജിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ആ വെബ് പേജിൽ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ജാങ്കോ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ ജാങ്കോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൽ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. നമുക്ക് ഒരു ഫ്രെയിംവർക്ക് കണ്ടിന്യൂസ് എങ്ങനെയാണത്, അതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ അപ്ഡേറ്റഡ് ആണോ എന്നുള്ള അറിയണമെങ്കിൽ നമ്മളതിൻ്റെ കമ്മ്യൂണിറ്റി സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. കാരണം ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് എപ്പോഴും ഡെയിലി അതിൻ്റെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഫ്രെയിംവർക്ക് പഠിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലുള്ള ഏതെങ്കിലും ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഫോറത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ജാങ്കോ ഫോറത്തിലേക്ക് പോവുക. ഫോറം ലിങ്ക് ക്ലിക്ക് കഴിഞ്ഞാൽ അറിയാം ഏറ്റവും കൂടുതൽ ഇവൻറ്റ്സ് കാറ്റഗറി ലേറ്റസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏപ്രിൽ 19 വന്ന ക്വസ്റ്റ്യൻസ് വരെ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ഇപ്പോഴും സ്റ്റിൽ ആക്റ്റീവാണ്. വളരെ വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ജാങ്കോ ഫ്രെയിംവർക്കിന് പിന്നിൽ. ഓക്കെ, സ്റ്റാർട്ടർ പേജ് ജാങ്കോ സ്റ്റാർട്ടർ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. ഒരു വിഷ്വൽ സ്റ്റുഡിയോയുടെ ഒരു കോഡ് എഡിറ്റർ വേണം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന കോഡ് എഡിറ്ററാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എൻ്റെ ഡൗൺലോഡ് ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. വിൻഡോസ് ആണ് മെഷീൻ യൂസ് ചെയ്യുന്നതെങ്കിൽ വിൻഡോസ് 64 ബിറ്റ് ഡൗൺലോഡ് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക, ഡയറക്റ്റ് സെറ്റപ്പ് EXE ഡൗൺലോഡ് ആകും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നോർമൽ പ്രൊസീജിയറാണത്, അതിന് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, വേറെ ഏതെങ്കിലും പൈച്ചാമോ ഇല്ലെങ്കിൽ സബ്ലൈമോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ജസ്റ്റ് ടെക്സ്റ്റ് എഡിറ്ററാണ് ഇത്. സബ്ലൈമിൽ പോവാം. സബ്ലൈമിൻ്റെ
സബ്ലൈം ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. ഡൗൺലോഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വിൻഡോസ് വേർഷൻ ഉണ്ട്. അതുപോലെ തന്നെ വിഷ്വൽ സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് ലിനക്സിന് വേണ്ടിയിട്ടുണ്ട്, മാക്കിന് വേണ്ടിയിട്ട് മാക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മാക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പറയുന്നത് വിൻഡോസിന് വേണ്ടിയിട്ടുള്ള, വിൻഡോസാണ് എൻ്റെ മെഷീൻ. അപ്പോൾ വിൻഡോസ് 10 ആണ് എൻ്റെ മെഷീൻ. ഞാൻ വിൻഡോസിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറാണ് ഞാൻ പറയുന്നത്. വേറെ ഏതിനായാലും, ലിനക്സിനായാലും മാക്കിനായാലും എല്ലാം അതാത് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവാണ് എല്ലാം. കൂടുതൽ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്താണെന്നുള്ളത് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വേണ്ടത് പൈത്തോൺ ആണ്. പൈത്തോൺ എന്ന് പറയുന്നത് ഇൻ്റർപ്രിറ്റർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് ജാങ്കോ ചെയ്തിരിക്കുന്നത്, ജാങ്കോ ഫ്രെയിംവർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ പൈത്തോൺ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പൈത്തോൺ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ പോവും. ഡൗൺലോഡ് ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. പൈത്തോൺ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും നേരെ എൻവയറോൺമെൻറ്റ് വേരിയബിൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എഡിറ്റ് സെർച്ചിൽ എഡിറ്റ് എൻവയറോൺമെൻറ്റ് വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ നേരെ എൻവയറോൺമെൻറ്റ് വേരിയബിൾസിൽ പോവുക, അതിൽ പാത്തിൽ പോവുക. പാത്തിൽ എഡിറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് പൈത്തോണിൻ്റെ ഫോൾഡർ, പൈത്തോൺ 38-ൻ്റെ ഫോൾഡർ, പിന്നെ ഇത് പൈത്തോൺ 3.8-ൻ്റെയാണ് ഫോൾഡർ. ഈ രണ്ട് പാത്തും ആഡ് ചെയ്യണം. എങ്കിൽ നമുക്ക് പൈത്തോൺ ഇൻ്റർപ്രിറ്റർ നമുക്ക് കമാൻഡ് ലൈനിൽ നിന്ന് കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് CMD ഓപ്പൺ ചെയ്യുക, ഇല്ലെങ്കിൽ പവർ ഷെല്ലായാലും ഓപ്പൺ ചെയ്യുക. പവർ ഷെല്ലോ CMDയോ എന്നോട് പവർ ഷെല്ലാണ് യൂസ് ചെയ്യുന്നത്. പവർ ഷെല്ല് ഓപ്പൺ ചെയ്ത് പൈത്തോൺ :version ചെക്ക് ചെയ്യുക. 3.8 ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ പിപ്പ് പൈത്തോൺ പാക്കേജ് ഇൻഡെക്സർ, അത് ഒരു പാക്കേജ് മാനേജറാണ്. പാക്കേജ് എന്ന് പറയുന്നത് ബേസിക്കലി പൈത്തോൺ പ്രോഗ്രാംസ്, ഒരു കോമ്പിനേഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാംസിനെയാണ് പാക്കേജസ് എന്ന് പറയുന്നത്. അപ്പോൾ പിപ്പ് എന്ന് പറയുന്ന ഒരു പാക്കേജ് മാനേജർ യൂസ് ചെയ്തിട്ടാണ് പൈത്തോണിൽ നമ്മൾ എക്സ്റ്റേണൽ ലൈബ്രറീസ്, സാധാരണ ലൈബ്രറീസ് ജാവാസ്ക്രിപ്റ്റിലൊക്കെ ലൈബ്രറീസ് എന്ന് പറയും, പൈത്തോണിൽ പാക്കേജ് എന്ന് പറയുന്നത്, ജാവയിലും പാക്കേജ് എന്നാണ് പറയുന്നത്. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പിപ്പ്. പിപ്പിൻ്റെ വെർഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. പിപ്പ് -version. ഓക്കെ, പിപ്പ് 2002 ആണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അത് പൈത്തോണിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നതാണ്. അത് അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട വേറൊരു സംഗതിയാണ് പൈത്തോൺ വിർച്വൽ എൻവയറോൺമെൻറ്റ്. വിർച്വൽ എൻവയറോൺമെൻറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല വേർഷൻസ്, ഇപ്പോൾ ഒരു ഫ്രെയിംവർക്ക് തന്നെ പല വേർഷൻസ് ഉണ്ടാകും. നമ്മൾ ഇന്ന് വർക്ക് ചെയ്യുന്നൊരു വേർഷൻ ആയിരിക്കത്തില്ല, ചിലപ്പോൾ 1 മന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ന്യൂ റിലീസ് ഉണ്ടാകും, ഇല്ലെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വേറൊരു റിലീസ് ഉണ്ടാകും. പല വേർഷനുകളിലും നമ്മുടെ പ്രോഗ്രാം, അതായത് നമ്മുടെ ഫ്രെയിംവർക്കിൻ്റെ പല വേർഷനുകളിൽ, ഇല്ലെങ്കിൽ പൈത്തോണിൻ്റെ തന്നെ പല വേർഷനുകളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു, അതൊരു വിർച്വൽ എൻവയറോൺമെൻ്റ് ആണ്. ഇപ്പോൾ ജാങ്കോയുടെ 3.5 വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും 3.8 ഇല്ലെങ്കിൽ അപ്ഡേറ്റഡ് വേർഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 വർക്ക് ചെയ്ത അതേ പ്രൊജക്റ്റ് സെയിം PC-യിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. സെയിം ടൈമിന് തന്നെ വിർച്വൽ എൻവയറോൺമെൻറ്റ്, അടുത്ത എൻവയറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് 3.8 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യാൻ പറ്റും. നേരെ ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ, ഇവിടെ ഇതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് PNV എന്ന് പറയുന്ന വിർച്വൽ എൻവയറോൺമെൻറ്റ്, വിർച്വൽ ENV എന്ന് പറഞ്ഞിട്ട് വേറെ വിർച്വൽ എൻവയറോൺമെൻറ്റ് മാനേജറുണ്ട്. ഇത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് PNV ആണ് യൂസ് ചെയ്യുന്നത്. PNV എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? ആദ്യമേ പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ ഷെല്ല് കമാൻഡ് കൊണ്ടുവന്നിട്ട് റൺ py-m പിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ റൺ py-m പിപ്പ് ഇൻസ്റ്റാൾ യൂസർ PNV. ഇത് കമാൻഡ് ഷെല്ലിൽ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട്
വിർച്വൽ എൻവയോൺമെൻറ്റ് ഇൻസ്റ്റാൾ ആവും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പിപ്പിൻ്റെ നേരെ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് പിപ്പ് env _version അടിച്ചു കഴിഞ്ഞാൽ പിപ്പിൻ്റെ വെർഷൻ അറിയാൻ പറ്റും. പിപ്പ് വേർഷൻ 2018 11.26 ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു വർക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ചൂസ് ചെയ്യുക എവിടെയാണെന്ന് വെച്ചാൽ, ഞാൻ നേരെ സോഫ്റ്റ്വെയർ വെബ് ഡെവലപ്മെൻറ്റ് ജാങ്കോയിൽ നമുക്ക് ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇത് ഒരു പുതിയൊരു എൻവയറോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. Django സ്റ്റാർട്ടർ. ഓക്കെ, ഓപ്പൺ ചെയ്യുക. ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഷെല്ല് ഇവിടുന്ന് ഡയറക്റ്റ് റൺ ചെയ്യാം. ഓക്കെ, വർക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്തൊരു വിർച്വൽ എൻവയറോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പിപ്പ് env ഷെൽ കമാൻഡ് റൺ ചെയ്യുക. ഇപ്പോൾ ക്രിയേറ്റിംഗ് പിപ്പ് ഫയൽ, ആ ഫോൾഡറിലൊരു പിപ്പ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതൊരു വിർച്വൽ എൻവയറോൺമെൻ്റ് ആയിട്ട് അത് സ്റ്റാർട്ടാവും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഇതൊന്ന് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെ പാരലൽ നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് റൺ ചെയ്യേണ്ടത് നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ Django. ഇത് ജാങ്കോയുടെ ലേറ്റസ്റ്റ് വേർഷൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഈ എൻവയറോൺമെൻറ്റ് ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്തുള്ളൂ. നേരത്തെ റൺ ചെയ്തുകൊണ്ടിരുന്ന, അതായത് ഇത് സാമ്പിൾ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത എൻവയറോൺമെൻറ്റിലാണ് ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി ഉണ്ട്. നെക്സ്റ്റ് ഒരു ജാങ്കോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ കമാൻഡ് റൺ ചെയ്യുക. Django admin സ്റ്റാർട്ട് പ്രൊജക്റ്റ്. എന്താണോ നമ്മുടെ പ്രൊജക്റ്റ് നെയിം, നമുക്ക് എന്ത് വേണമെങ്കിലും പ്രൊജക്റ്റ് നെയിം കൊടുക്കാം. ഞാനിവിടെ Django സ്റ്റാർട്ടർ എന്ന് പറയുന്ന പ്രൊജക്റ്റാണ് കൊടുക്കുന്നത്, പ്രൊജക്റ്റ് നെയിമായിട്ട് കൊടുക്കുന്നത്. Django admin സ്റ്റാർട്ട് പ്രൊജക്റ്റ് കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Django _starter ഹൈഫൻ അതുപോലുള്ള സ്ലാഷസ് അതുപോലൊന്നും പ്രൊജക്റ്റ് നെയിമിൽ കൊടുക്കാൻ പറ്റില്ല. അണ്ടർസ്കോർ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു Django പ്രൊജക്റ്റ് നമ്മുടെ ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിനി വേണമെങ്കിൽ CD ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോൾഡേഴ്സ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും Django സ്റ്റാർട്ടർ, പിന്നെ ഒരു പിപ്പ് ഫയൽ. ആ പിപ്പ് ഫയൽ വെച്ചിട്ടാണ് ഒരു വിർച്വൽ എൻവയറോൺമെൻറ്റ് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, Django സ്റ്റാർട്ടർ നമ്മളിനി അതിലേക്ക് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ ടെർമിനൽ അതിൻ്റെ അകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. Django _starter. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് Django സ്റ്റാർട്ടർ പ്രൊജക്റ്റിലാണ്. നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ സെയിം ടെർമിനലിൽ നിന്നുകൊണ്ട് കോഡ്
സ്പേസ് പീരീഡ്, കോഡ് സ്പേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ കോഡെന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റുഡിയോയുടെ കമാൻഡാണ്. ഓക്കെ, കോഡ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് കോഡ്. പീരീഡ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫോൾഡറിലാണോ ടെർമിനലിലുള്ളത് അതിൽ ആ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഫോൾഡർ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റർ പ്രസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു മെയിൻ ഫയലുണ്ട്, manage.py. ഇതൊരു പൈത്തോൺ ഫയലാണ്. ഈ പൈത്തോൺ ഫയലാണ് ഇതിൻ്റെ അതായത് ഇതൊരു കമാൻഡ് ലൈനാണ്. നമ്മൾ Django പ്രൊജക്റ്റുകളിൽ ഇനി വരും വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് manage.py നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ള ഇനി വരുന്ന വീഡിയോകളിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെർവർ ഓൾറെഡി നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു ബോയിലർ പ്ലേറ്റ് ആണ്, അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സ്കഫോൾഡിങ്, അതായത് എല്ലാ കാര്യങ്ങളും ഒരു വെബ് ഫ്രെയിംവർക്ക് ഒരു ഫുൾ പ്രൊജക്റ്റ് നമ്മുടെ സ്റ്റാർട്ടർ പ്രൊജക്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് റൺ ചെയ്യണമെങ്കിൽ പൈത്തോൺ ഏതൊരു പൈത്തോൺ സ്ക്രിപ്റ്റും റൺ ചെയ്യുന്നത് പൈത്തോൺ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ്. പൈത്തോൺ എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ ടെർമിനലിൽ റൺ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ പൈത്തോൺ ഇൻ്റർപ്രിറ്റർ ആ ഫയലിനെ റീഡ് ചെയ്ത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഫയലിൽ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതുന്ന പൈത്തോണിൻ്റെ ഫോർമാറ്റിൽ എഴുതുന്ന കോഡുകളെല്ലാം ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൈത്തോൺ manage.py, ഇപ്പോൾ പറഞ്ഞ manage.py എന്ന് പറയുന്ന ഫയലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലുള്ളൊരു കമാൻഡാണ് റൺ സെർവർ. ഓക്കെ, നമുക്ക് ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഓൾറെഡി നമ്മുടെ നമ്മുടെ വെബ് സെർവർ റണ്ണിങ് ആണ്. സാധാരണ നമ്മൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും എക്സ്റ്റേണൽ വെബ് ഹോസ്റ്റിംഗ് സെർവറിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആണ് അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ വെബ്സൈറ്റ് പബ്ലിക് ഡൊമൈനിലേക്ക് പബ്ലിക്കിൽ മറ്റുള്ള ആൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോക്കൽ PC-യിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് എൻവയറോൺമെൻറ്റിൽ നമ്മളൊരു സെർവർ റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സെർവറാണ് ഇപ്പോൾ ലോക്കൽ IP അഡ്രസ്സിൽ നമുക്ക് കിട്ടും. ഇത് ലോക്കൽ സെർവറാണ്. http://127.0.0.1/8000 എന്ന് പറയുന്നതാണ് പോർട്ട്. ഈ 8000 പോർട്ടിലാണ് എപ്പോഴും ജാങ്കോ പ്രൊജക്റ്റുകൾ പൈത്തോൺ സെർവർ റണ്ണായി കഴിഞ്ഞാൽ ജാങ്കോ പ്രൊജക്റ്റ് എപ്പോഴും 8000 പോർട്ടിലായിരിക്കും. നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി കൊടുക്കാം. അത് ഇൻറ്റേർണലി ജാങ്കോ ഫയൽ മോഡിഫൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നേരെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റണ്ണിങ് വെബ്സൈറ്റ് കാണാൻ പറ്റും. ജാങ്കോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ അഡ്മിനിസ്ട്രേഷൻ സൈഡിലുള്ള കുറേ കാര്യങ്ങൾ ഓൾറെഡി അതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളതിനെ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള തരത്തിലേക്ക് അത് മോഡിഫൈ ചെയ്താൽ മാത്രം മതി. സാധാരണ ഒരു സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ PHP-യിൽ ഒരു സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ PHP-യുടെ പുതിയ ഫ്രെയിംവർക്കുകളെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. ലാർവലുണ്ട്, കോഡിഗ്നേറ്ററുണ്ട്, അതിൻ്റെ അകത്തെല്ലാം സെയിമാണ്. ജാങ്കോ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു തനി PHP-യിൽ നമ്മളൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതുപോലെ തന്നെ പൈത്തോണിലാണെങ്കിലും ഫ്രെയിംവർക്കൊന്നും യൂസ് ചെയ്യാതെ ഒരു വെബ് സെർവർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കോഡിങ് ചെയ്യേണ്ടി വരും. അതെല്ലാം അഡ്മിനിസ്ട്രേഷൻ ലെവലൊക്കെ കൊടുക്കണമെങ്കിൽ സ്റ്റേജസൊക്കെ കൊടുക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ ഈസി ആയിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനിയിപ്പം നമുക്ക് ആവശ്യമുള്ള പേജുകൾ ക്രിയേറ്റ് ചെയ്യുക, ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. സാധാരണ ഈ പ്രൊജക്റ്റിൻ്റെ അകത്തെല്ലാം പറയുന്നത് വെബ് ആപ്പുകളെന്നാണ് പറയുന്നത്. ഓരോരോ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് ഇത് മോഡുലാറാണ്. നിങ്ങൾക്ക് ഏതൊരു സെക്ഷനിൽ വേണമെങ്കിലും ഒരു വെബ്സൈറ്റിൽ എന്ത് തരത്തിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാം, മൊഡ്യൂളുകൾ പോലെ ആഡ് ചെയ്യാം. എന്താണ് ഓക്കെ, ഒന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. Ctrl+C, ഓൾറെഡി ഇറ്റ്സ് ഓക്കെ.
ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. ഓക്കെ, ജാങ്കോയുടെ ഡിഫോൾട്ട് പേജാണ് ഈ കാണുന്നത്. ജാങ്കോ ഫ്രെയിംവർക്കിൽ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഡിഫോൾട്ട് പേജാണ് ഈ കാണുന്നത്. ഇതിൽ 2-3 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജാങ്കോ ഡോക്യുമെൻറ്റേഷൻ ട്യൂട്ടോറിയൽ, ഈ ട്യൂട്ടോറിയൽ നമുക്ക് പിന്നെ ചെയ്യാം. അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഡയറക്റ്റ് ചെയ്യുന്നത് ജാങ്കോ പ്രോജക്റ്റിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതിലൊരു കാര്യം നോക്കാം നമുക്ക്. റെസ്പോൺസീവ് മാറ്റി നേരെ ഓക്കെ. ഓക്കെ, ഇതൊരു മൊബൈൽ റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു സൈറ്റാണ്. കണ്ടാൽ അറിയാം, ഈ മെറ്റാ ടാഗ് വിപോർട്ട് ഇതാണൊരു മൊബൈൽ റെസ്പോൺസീവ് പേജിന് വേണ്ട ആദ്യത്തെ ഹെഡിലുള്ള ഈ വ്യൂ പോർട്ട് സെറ്റിംഗ് ആണ്. ഓക്കെ, അതുണ്ട്. ഓക്കെ, നമ്മൾക്കിനി സെർവർ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ Ctrl+C കൊടുത്തു കഴിഞ്ഞാൽ ഈ സെർവർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ജാങ്കോയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇനിയുള്ള വീഡിയോകൾ കാണുക.